നമസ്കാരം. അഖണ്ഡ ജ്യോതി മാസികയുടെ 1971 ജൂണിലെ പതിപ്പിനെക്കുറിച്ചുള്ള ഈ ഒരു പ്രത്യേക വിശകലനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നോക്കൂ, കാലമെത്ര കഴിഞ്ഞാലും ചില അറിവുകൾക്ക് ഒരു പ്രത്യേക തിളക്കമുണ്ട്, അല്ലേ? അതുപോലെയുള്ള വളരെ ഗഹനവും എന്നാൽ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതുമായ ചില ചിന്തകളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ വിഷയത്തിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. ആദ്യം തന്നെ വളരെ ആഴമുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സേവനത്തിലൂടെ പരമമായ സത്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം? ശരിക്കും ഇതൊരു ചോദ്യം മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇന്നത്തെ യാത്രയുടെ തുടക്കം കൂടിയാണിത്. നമ്മുടെക്കുള്ളിലെ ചെറിയൊരു ആന്തരിക പ്രകാശത്തിൽ നിന്ന് തുടങ്ങി ലോകമെമ്പാടും അലയടിക്കാൻ പോകുന്ന വലിയൊരു ചിന്താവിപ്ലവത്തിലേക്ക് ഈ വിശകലനം നമ്മെ കൊണ്ടുപോകും, ഉറപ്പ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ആദ്യ ഭാഗത്തേക്ക് കടക്കുകയാണ്. സേവനവും ആന്തരിക സത്യവും, അതായത് ഒരു വ്യക്തിയുടെ, നമ്മുടെയൊക്കെ ആത്മാവ് നടത്തുന്ന ആ ഒരു യാത്രയെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായും പറയുന്നത്. മാസികയിലെ ആദ്യ ലേഖനം തന്നെ വളരെ വ്യക്തമായൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. എന്താണെന്നല്ലേ? പരമമായ സത്യമെന്നത് നമ്മൾ എവിടെയെങ്കിലും ഒറ്റച്ചു പോയി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒന്നല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നിരന്തരവും നിസ്വാർത്ഥവുമായ സേവനത്തിലൂടെയാണ് അത് നേടിയെടുക്കേണ്ടത്. അതായത് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന തെളിനീര് പോലെ നാമും സദാ കർമ്മനിരതരായിരിക്കണം. സേവനം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സേവനമൊക്കെ ചെയ്യുന്നത്? മാസികയുടെ ഉള്ളടക്ക പട്ടികയിൽ നൽകിയിട്ടുള്ള ഈ വരികൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. കലയുടെയും സംസ്കാരത്തിന്റെയുമൊക്കെ അടിസ്ഥാന പ്രചോദനമെന്ന് പറയുന്നത് തന്നെ സ്നേഹമാണ്. നോക്കൂ, മനുഷ്യന്റെ എല്ലാ സർഗാത്മകതയുടെയും അടിത്തറ സ്നേഹമാണെന്ന് ഇതിൽ പറയുന്നു. മറ്റുള്ളവരോടുള്ള ഈ നിരുപാധികമായ സ്നേഹമാണ് യഥാർത്ഥത്തിൽ സേവനത്തിലേക്കുള്ള ആദ്യത്തെ പടി. അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയം വരും, ഒരു വ്യക്തിയുടെ ആത്മാവ് എങ്ങനെയാണ് പൂർണ്ണതയിലേക്ക് എത്തുന്നത് എന്ന്. ലേഖനങ്ങൾ ഇതിന് 3 കൃത്യമായ ഘട്ടങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമത്തേത് ത്യാഗം, അതായത് ഭൗതികമായ കാര്യങ്ങളോടുള്ള ആസക്തി പരമാവധി കുറയ്ക്കുക. രണ്ടാമത്തേത് വലിയൊരു ലക്ഷ്യബോധത്തോടെയുള്ള കർമ്മവും കഠിനാധ്വാനവും. ഇനി മൂന്നാമത്തേതും അവസാനത്തേതുമായ ഘട്ടമാണ് സത്യപ്രാപ്തി. ഈ പ്രവർത്തനങ്ങളിലൂടെ പരമമായ സത്യം തിരിച്ചറിയുക എന്നതാണത്. കേൾക്കുമ്പോൾ എളുപ്പമാണെങ്കിലും വലിയൊരർത്ഥം ഇതിലൊളിഞ്ഞിരിപ്പുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ വ്യക്തിപരമായ തലത്തിൽ നിന്ന് കുറച്ചുകൂടി വിശാലമായ ഒന്നിലേക്ക്, അതായത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിലേക്കൊന്ന് നോക്കാൻ പോവുകയാണ്. പദാർത്ഥവും ബോധവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരറ്റത്ത് പദാർത്ഥം, അതായത് മാറ്റർ, നമുക്ക് ചുറ്റുമുള്ള ഈ ഭൗതിക ലോകം. ഇത് താൽക്കാലികമാണ്, നമുക്ക് സ്പർശിക്കാനും കാണാനുമൊക്കെ കഴിയുന്നതാണ്. എന്നാൽ മറുവശത്ത് ബോധം, അഥവാ നമ്മുടെ ആത്മീയതലം, അത് പൂർണ്ണമായും ശാശ്വതമാണ്. സത്യത്തിൽ ഇവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഇതെത്രത്തോളം വ്യത്യസ്തമാണെന്ന് ലേഖനം വളരെ ലളിതമായി തന്നെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ഇതിലെ ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. വെള്ളത്തിലുയരുന്ന തീജ്വാലകൾ. എത്ര കാവ്യാത്മകമായ, എന്നാൽ അല്പം വൈരുദ്ധ്യം തോന്നുന്ന ഒരു പ്രയോഗമാണല്ലേ? ഭൗതികമായ നമ്മുടെ ഈ ശരീരത്തിനുള്ളിൽ ആളിക്കത്തുന്ന ഒരു വലിയ ആത്മീയ ചൈതന്യത്തെ ഒതുക്കി നിർത്തുന്നതിലെ ആ ഒരു സങ്കീർണതയാണിത് സൂചിപ്പിക്കുന്നത്. ശാന്തമായ ജലത്തിൽ പ്രതിഫലിക്കുന്ന അഗ്നി പോലെ നമ്മുടെ ഉള്ളിലെ ഈ വൈരുദ്ധ്യമാണ് പലപ്പോഴും നമ്മെ മുന്നോട്ട് നയിക്കുന്നതും. ഇനി 3-ാം ഭാഗത്തേക്ക് വരുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ വീണ്ടും മനുഷ്യ സമൂഹത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. പുതിയൊരു ബൗദ്ധിക വിപ്ലവം വഴി സമൂഹത്തിന്റെ പരിവർത്തനത്തെക്കുറിച്ചാണ് ഇതിലെ വിഷയം. അഖണ്ഡജ്യോതി മാസിക അക്കാലത്ത് തന്നെ സമൂഹത്തിലെ ചില വിഷയങ്ങളിൽ വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അയിത്തം പോലുള്ള അനാചാരങ്ങൾക്കെതിരെയും അതുപോലെ തരംതാന്ന ജീവിതരീതികൾക്കെതിരെയും അത് വലിയ രീതിയിൽ ശബ്ദമുയർത്തി. നോക്കൂ, സമൂഹത്തിലെ ഈ ഇരുട്ടിനെ അകറ്റാൻ വെറും ഉപദേശങ്ങൾ മാത്രം പോരാ, പുതിയൊരു ചിന്താധാര തന്നെ തീർച്ചയായും അനിവാര്യമാണെന്ന് അത് അടിവരയിട്ട് പറയുന്നുണ്ട്. സത്യത്തിൽ ഈ വിശകലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണെന്നറിയാമോ? വരാനിരിക്കുന്ന ആ വലിയ ആഗോള മാറ്റം ഒരിക്കലും ശാരീരികമായ ആയുധങ്ങൾ കൊണ്ടല്ല പോരാടാൻ പോകുന്നത്, മറിച്ച് അതൊരു വിചാരക്രാന്തിയായിരിക്കും. അതെ, മനുഷ്യന്റെ ബുദ്ധിയുടെയും ചിന്തകളുടെയും വളരെ ആഴത്തിലുള്ള വലിയൊരു വിപ്ലവം. ശരിക്കും ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ആഗോള ബൗദ്ധിക ഉണർവ് തന്നെയാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ സമാധാനത്തിനായുള്ള ചില സൂത്രവാക്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ നേടിയ ഈ അറിവ് എങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്ന് നോക്കാം. ഇത്രയും നേരം നമ്മൾ വലിയൊരു ഭൗതിക വിപ്ലവത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചല്ലോ. എന്നാൽ ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ എങ്ങനെ ഉപയോഗിക്കാം? അതിനായി ചില സ്വർഗീയ സൂത്രവാക്യങ്ങൾ തന്നെ ഇതിൽ നൽകുന്നുണ്ട്. ആരാധനയിൽ സംയമനം ശീലിക്കുക, നമ്മെക്കുറിച്ചുള്ള ക്രിയാത്മകമായ വിമർശനങ്ങളെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യുക, നല്ല വിശ്വാസവും ഭക്തിയും വളർത്തിയെടുക്കുക എന്നിവയൊക്കെയാണത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ,
നിരന്തരമായ ആത്മപരിശോധനയിലൂടെ മാത്രമേ യഥാർത്ഥ സമാധാനം ലഭിക്കൂ എന്ന് ഇത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നു. സമ്പത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കുന്ന മറ്റൊരു പ്രധാന ആശയം കൂടി ഇതിലുണ്ട്. സമ്പത്ത് ഒരു പ്രശ്നമല്ല, എന്നാൽ അത് കുന്നുകൂട്ടുന്നത് പാപമാണ്. എത്ര ശക്തമായ വരികളാണല്ലേ! സ്വാർത്ഥതയോടെ ഭൗതിക വസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കുന്നതിൽ നിന്നും മാറി സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിലേക്കും അതുവഴി ഒരു വലിയ സാമൂഹിക സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നതിലേക്കും മാറാൻ ഈ ചിന്തകൾ നമ്മെ തീർച്ചയായും പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുകയാണ്. ഒരു വ്യക്തിയുടെ ആന്തരിക യാത്രയിൽ തുടങ്ങി വലിയൊരു വിചാരക്രാന്തിയിലേക്കുള്ള ഒരു ചിന്താ വിപ്ലവത്തിലേക്കുള്ള വഴിയാണ് നാം ഇതുവരെ കണ്ടത്. പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഈ ആന്തരിക സത്യം വരാനിരിക്കുന്ന ആഗോള ബൗദ്ധിക വിപ്ലവത്തിന് തിരികൊളുത്താൻ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഈ ആശയങ്ങൾ നിങ്ങളിലൊരു മാറ്റത്തിന്റെ തിരിതെളിക്കാൻ കാരണമാകുമെന്നും ഈ ചരിത്രരേഖകളെക്കുറിച്ച് കൂടുതൽ വായിച്ചറിയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശകലനത്തിലൊപ്പം ചേർന്നതിന് വലിയൊരു നന്ദി.